വാഹനാപകടത്തിൽ പരിക്കേറ്റ ബിലീവേഴ്സ് ചർച്ച് മെത്രാപ്പോലിത്ത കെ.പി. യോഹന്നാനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ആന്തരിക രക്തസ്രാവം നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. 48 മണിക്കൂർ നിരീക്ഷണ വിധേയനാക്കിയ ശേഷം ചികിത്സയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അമേരിക്കയിൽ പ്രഭാത നടത്തത്തിനിടെ ഇന്ത്യൻ സമയം 5:15 അപകടം ഉണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഡാലസിലെ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന കെ.പി. യോഹന്നാന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. തലയ്ക്ക് പരിക്കും ശരീരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒടിവും സംഭവിച്ചിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹത്തിന്റെ ആന്തരിക രക്തസ്രാവം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 48 മണിക്കൂർ നിരീക്ഷണത്തിനു ശേഷം ചികിത്സയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. വാഹന അപകടമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വാഹനം അധികൃതർ കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 4 ദിവസം മുൻപാണ് കെ.പി. യോഹന്നാൻ അമേരിക്കയിലെത്തിയത്. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയ അദ്ദേഹത്തെ മെഡിക്കൽ സംഘം നിരീക്ഷിച്ചു വരികയാണ്. വൈദികരും ബിലീവേഴ്സ് ഭാരവാഹികളും അടക്കമുള്ളവർ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.